എന്ന അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ. ഇതുവരെ എനിക്കും അറിയില്ല സത്യം പറഞ്ഞു. ഒരു കഥ കിട്ടില്ല. നിങ്ങൾ ഒരാൾ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുക, വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീറ്റിലിരുന്നിട്ടാണ് ഭിക്ഷ എടുക്കുന്നത്. അങ്ങനെ അയാൾ മരിച്ചു. ലാസ്റ്റ് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ശവം കൊണ്ടുപോകുന്ന ആൾ അയാൾ ഇരുന്ന ഒരു പെട്ടിയുണ്ട്. ആ ഒരു പെട്ടി വന്നിട്ടാണ് അയാൾ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്നത്. അയാളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ രത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും. അത് ഇയാൾക്ക് അറിയില്ലായിരുന്നു. ഇയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് തേടിക്കൊണ്ടിരുന്നത് അത് അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾക്ക് അറിയില്ലായിരുന്നു എന്ന അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇതിങ്ങനെ ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്കും അറിയില്ല സത്യം പറഞ്ഞു. അവരും പഠിച്ചിട്ടുണ്ട് കുറെ കാലമായിട്ട്. പക്ഷെ ഇതങ്ങ് വിശ്വാസം വന്നിട്ടില്ല. നിങ്ങൾ അതേ അവസ്ഥ. പൈസ തന്നെയെന്ന് വെച്ചാൽ അയാളുടെ അവസ്ഥ. അന്നും പലരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പല പുസ്തകങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങളിത് ചെയ്താൽ മതി നിങ്ങൾ. പക്ഷെ അത് പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് കേട്ടിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതായിരുന്നു എൻ്റെ അവസ്ഥ. എന്നാൽ ഇപ്പോൾ AI വന്നപ്പോൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കണക്ട് ചെയ്തിട്ട് എൻ്റെ സംശയങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഓരോരോ കാര്യങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്ന് പറയില്ലേ, നമ്മളറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഡോട്ട്സ് കണക്ട് ചെയ്തപ്പോൾ ഇറ്റ്സ് ക്രിയേറ്റഡ് ദ മാജിക്. അപ്പോൾ നിങ്ങൾ ആൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാവിലെ എഴുന്നേൽക്കുന്നു, മടി, ഫോക്കസ് ഇല്ല, ജീവിതത്തിനെ പഴിക്കുന്നു, സാഹചര്യത്തെ തെറി പറയുന്നത്, എന്നിട്ട് ചെയ്യാൻ പറ്റാത്തതിന് പേറി മുന്നോട്ട് ജീവിച്ചു പോകണം. ഭൂരിഭാഗം മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. പക്ഷേ എല്ലാറ്റിനും അവസാനമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടെന്നുള്ള വിശ്വാസം വരുന്ന നിമിഷം മുതൽ അതിന് പരിഹാരമുണ്ട്. ചിലപ്പോൾ ഇതാണോ സമയം അറിയില്ല. ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കേൾക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ അത് ഇങ്ങനെ ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ അങ്ങോട്ട് പോകും. എന്നിട്ട് എല്ലാം ഈ പെട്ടീൻ്റെ മുകളിൽ ഇരുന്നിട്ട് സ്വർണ്ണ നാണയത്തിൻ്റെ മേലിട്ട് എനിക്കൊന്നുമില്ല, പറ്റില്ല. ഒരാൾ മുന്നിൽ വന്നിട്ട് പറയണം, വാ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ ഈ തലയുണ്ടല്ലോ, ഇതിൻ്റെ മാനുവൽ, നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ ആ സാധനത്തിനൊക്കെ മാനുവൽ നിങ്ങൾ എടുത്തിട്ടോ. പക്ഷെ നിങ്ങളുടെ സ്വന്തം ഡിവൈസിൻ്റെ ഈ ബ്രെയിനിൻ്റെ മാനുവൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ മാനുവലിൻ്റെ പ്രത്യേകത ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ കയ്യിൽ ഒരു നാരങ്ങ ഇല്ല, ഞാൻ അങ്ങനെ വർണ്ണിച്ച് പറയാം. അതിൽ വെച്ചാൽ വായിൽ വെള്ളം ഊറുന്ന ഒരു നാരങ്ങ ഇല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നറിയാം നിങ്ങൾക്ക്? ഈ പറയണ എൻ്റെ വായിൽ വെള്ളം വരും. ഇല്ല എന്ന് പറയുന്ന ആളുടെ വായിൽ വെള്ളം വരും. ഇത് കേൾക്കുന്ന ഇല്ല എന്ന് കേട്ടിട്ടോ നിങ്ങൾ സിനിമ ഉണ്ടാക്കിയിട്ട് ഡയറക്ടറാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ സിനിമ നിങ്ങൾ കണ്ടു നോക്ക്. മുമ്പ് വേണ്ടി എഴുതി കാണിച്ചത് സങ്കല്പിക്കാൻ മാത്രം. കാരണം അത്രക്കും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഉപകരണത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ നെഞ്ചത്ത് ഒരു മൂർഖാം പാമ്പിന് ഷൂ എന്ന് പറയുന്നത് നിന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിൽഡിങ്ങിൽ 24 നിലയുള്ള ബിൽഡിങ്ങിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തീ പിടിച്ച് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ 24 നില ഓടിക്കയറുന്നത്, മുകളിൽ ഹെലികോപ്റ്റർ നിങ്ങൾ രക്ഷിക്കാണ്ടത് മനസ്സിലായ ഓടിക്കയറുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഊർജ്ജം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഫോക്കസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾക്ക് ആവോളം ഊർജ്ജമുണ്ട്, ഫോക്കസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അത് റിലീസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല ഹൗ ടു യൂസ് യുവർ ബ്രെയിൻ. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത് ഉപയോഗിച്ച് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, തട്ടി മുട്ടി അങ്ങോട്ട് ജയിച്ചു പോകുമായിരുന്നു. ഇനി അതല്ല, നമ്മൾ മല്ലിടാൻ പോണത് നമ്മളെക്കാളും 10 ഇരട്ടി പവറുള്ള നമ്മൾ തന്നെ സൃഷ്ടിച്ച നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ മുമ്പ് പ്രകൃതി ദുരന്തങ്ങളോട് മല്ലിട്ടില്ലേ, പിന്നെ മൃഗങ്ങളോട് മല്ലിട്ടില്ലേ, പിന്നെ പരസ്പരം പോരടിച്ചില്ലേ. ഇനി വരുന്ന കാലഘട്ടം നമ്മൾ തന്നെ ഒരു പ്രശ്നത്തെ സൃഷ്ടിച്ചിട്ട് അതിനോട് മല്ലിടിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. മനുഷ്യകുലം പുതിയ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു തലമുറ മുമ്പ് സ്കൂളൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും സ്കൂളിൽ പോയി പഠിക്കുകയായിരുന്നോ? ഇപ്പോൾ സ്കൂളിൽ പോയി പഠിക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇത് പുതിയ പഠനം. അത് ശരിയാണ് നിങ്ങളുടെ ബ്രെയിൻ പറയുന്നുണ്ടെങ്കിൽ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി നൗ. എന്നിട്ട് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സൂം സെഷൻ വെക്കുമ്പോൾ വാ, എന്നിട്ട് പറഞ്ഞത് കേൾക്ക്. ഞങ്ങൾക്കിത് ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. സ്വപ്നം വേണം കേട്ടോ, സ്വപ്നം വേണം. അല്ലാണ്ട് എനിക്ക് നടുവേദന പോകണം, എനിക്ക് ചെന്നിക്കുത്താണ്, എനിക്ക് ഇതൊന്നും പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഈ നടുവേദനയും ചെന്നിക്കുത്തൊക്കെ വരുന്നറിയോ? അവനവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതയല്ലേ. അത് മാനസികാരോഗ്യം തകർത്തിട്ട് പിന്നെ അത് ശാരീരികാരോഗ്യം തകരാൻ തുടങ്ങിയിരിക്കുന്നു. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. സോ ആക്ട്, യു ക്യാൻ ഡു ദാറ്റ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയേണ്ടത്? ഇനിയിപ്പോൾ ഇതിന് എത്രയാണ് ഫീസ്, ഇനിയിപ്പോൾ വയനാട്ടിൽ പോകണം, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നടക്കുമോ? നിങ്ങളുടെ ഒരു നാളെ ഓപ്പറേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തട്ടിപ്പോന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയവും ഉണ്ടാവും, നിങ്ങൾക്ക് പൈസ ഉണ്ടാവും, നിങ്ങൾ എഫോർട്ട് എടുക്കുകയും ചെയ്യും. അത്രത്തോളം കാത്തു നിൽക്കണം. സ്വന്തം വിവേകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മക്കൾക്ക് ഇത് വേണമെന്ന് മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, വിളിച്ചാൽ വരില്ല. അവരുടെയൊക്കെ കേസ് അതാ. എമർജൻസി ആണെങ്കിൽ ഇത് പറഞ്ഞതൊക്കെ ചെയ്യും. ഇത് ആക്ച്വലി നിങ്ങൾ കുറ്റം പറയല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കുഴപ്പമില്ല. നമ്മൾ ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് പോയി നോക്കിയിട്ടുണ്ട്, നടന്നിട്ടില്ല.
റൈറ്റ്. ഞാൻ ഇതിനു മുമ്പ് ഇത്ര ധൈര്യത്തിൽ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ആത്മവിശ്വാസം ഞാൻ ഇരട്ടിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. 500-ലധികം 600ഓളം ട്രെയിനിങ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് അതല്ല. ഇപ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് എനർജി. അതിൽ ഈ കോൺഫിഡൻസും പെടും, പ്ലാൻ, പദ്ധതി, ഫുൾ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതശൈലി പ്രശ്നങ്ങൾ, അതായത് ഷുഗർ, ഹെവി ഷുഗറാണ്, അല്ലെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ പ്രശ്നമുണ്ട്, ഹാർട്ട് പ്രോബ്ലമാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു പറഞ്ഞില്ല, ഇത് കുറച്ച് ഉപകാരപ്രദം ഞാൻ പറയില്ല. അതല്ല, നിങ്ങൾക്ക് ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ, അങ്ങോട്ടൊക്കെ ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ, ഓക്കെ, ഇനി എത്തിയിട്ടില്ലെങ്കിൽ എത്തിക്കോളും. അപ്പത്തെ ചിന്തിച്ചാൽ മതിയെങ്കിൽ ചിന്തിച്ചെടുക്കാൻ ഉണ്ടാവില്ല. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. നിങ്ങളോട് ദേഷ്യം പിടിക്കണ്ട. കുറച്ച് ആളുകളോട് നേരിട്ട് സംസാരിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. നൗ എസ്പെഷ്യലി യുവർ ചിൽഡ്രൻ, നിങ്ങൾക്കിത് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കം, എന്തെങ്കിലും സംശയം ചോദിച്ചോ, ഐ ക്യാൻ ഹെൽപ്പ് യു.